ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഒരു മാതിരി ടോപ്പിക്. കാരണം എനിക്കറിയില്ല ഞാനിപ്പോൾ ഇത് പറയാൻ വേണ്ടി കേപ്പബിൾ ആണോ എന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ റീസെൻറ്റ് ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. കാരണം നിങ്ങൾ എൻ്റെ അടുത്തുള്ള കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ യു വിൽ നോ ദാറ്റ് ഐ ഹാവ് ബീൻ മൂവിങ് ഫോർവേഡ് വിത്ത് ജസ്റ്റ് വൺ സിംഗിൾ ട്രസ്റ്റ് ഇൻ മീ ദാറ്റ് തിങ്സ് ഷുഡ് വർക്ക് ഔട്ട് ഓർ വിൽ വർക്ക് ഔട്ട്. ദെൻ ഐ ടേൺഡ് ഇൻ ടു സച്ച് എ സ്റ്റേറ്റ് വെയർ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. ആൾക്കാരുടെ എല്ലാം പറയണത് കേൾക്കണം, നമ്മൾ തന്നെ നമ്മുടെ ഒരു ഫിയറിനെ ഹാൻഡിൽ ചെയ്യണം. ആൻഡ് അപ്പം ഞാൻ പഠിച്ചൊരു വലിയ കാര്യമുണ്ട്. ആൾക്കാരെപ്പോഴും മിക്ക ആൾക്കാരും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ അത്ര ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫിയേഴ്സിനെ നമ്മൾ തന്നെ കാണണം. ലൈക്ക് നമ്മൾ പറയില്ലേ, നമ്മുടെ ആ വൾനറബിലിറ്റീനെ നമ്മൾ തന്നെ കാണണം. ആൻഡ് ആ കാണാൻ ഉള്ള ബുദ്ധിമുട്ടിനാണ് മിക്ക ആൾക്കാരും ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, എനിക്ക് ഫ്രണ്ട്സ് വേണം, ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് കഴിഞ്ഞു, ഫാമിലി ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ കാണാം ചിലവർ ഡിവോഴ്സ് ആവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും, ബട്ട് സ്റ്റിൽ ദേ കാൻ ഡിവോഴ്സ് ബിക്കോസ് ദേ ആർ സ്കേർഡ് ടു മീറ്റ് ദെം സെൽഫ്. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് മെറ്റ് മൈ സെൽഫ് ഇൻ ദ മോസ്റ്റ് വേർസ്റ്റ് കണ്ടീഷൻ ആൻഡ് ഐ യൂസ് ടു ബി സ്കേർഡ് അബൌട്ട് ഇറ്റ് എവറി സിംഗിൾ ടൈം. എനിക്ക് എപ്പോഴും ഒരാളെൻ്റെ കൂടെ വേണം, എപ്പോഴും എനിക്ക് ഫ്രണ്ട്സ് വേണം, എല്ലാവരും വേണം. പക്ഷേ life had put me in such a situation where I just had myself to rely upon and to listen up to. അപ്പോൾ ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ലൈക്ക് ടു മൈൻഡ്സ്. ഒരെണ്ണം പറയും നടക്കില്ല, ഒരെണ്ണം അപ്പോഴും പറയും നടക്കും, ഫ്രണ്ടിലേക്ക് എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് ആങ്സൈറ്റി അറ്റാക്കും പല കാര്യങ്ങളും വരും. നമുക്ക് ചില സമയത്ത് നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. പക്ഷേ I don't know what it was, and in my therapy session also I was telling this to my my therapist. She was like, it is your future self who is talking through you. ചിലവർക്ക് ഇത് കേൾക്കുമ്പോൾ എന്ത് വട്ടാണ് ഇവള് പറയണതെന്ന് എനിക്ക് തോന്നും. പക്ഷേ ഇറ്റ്സ് നോട്ട് എ വട്ട് or anything. This is something which I have experienced. Because ഇന്നും ലൈക്ക് എൻ്റെ ഒരു സ്വഭാവം, ലൈക്ക് I was a person who always wanted people around. I always wanted some or the other person to be around. പക്ഷേ ഇന്ന് I don't have any people, like I don't have many people around me. I choose not to because ഞാനിപ്പോൾ ഇവിടെ വേറൊരു നാട്ടിലാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എനിക്ക് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ വരില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം. ഐ ഡോണ്ട് വാണ്ട് ടു റിലൈ അപ്പോൺ പീപ്പിൾ. ആൻഡ് ഐ തിങ്ക് unless that worst situation comes, I don't know if I will go back, but maximum I'll try not to, because I think that നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്താലാണ് നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവുള്ളൂ. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ എം എ വെരി സ്ട്രോങ് പേഴ്സൺ ഓർ എനിത്തിങ്. ഐ ഡു ബ്രേക്ക് ഡൗൺ, ഐ ഡു ഗെറ്റ് പ്രോബ്ലംസ് ആൻഡ് ഐ സ്റ്റിൽ ഗെറ്റ് പാനിക്ഡ് ആൻഡ് എവറിത്തിങ്. ഞാൻ വിചാരിച്ച പോലെ അല്ല എൻ്റെ ഒരു പ്ലാൻ പോണത്, അല്ലെങ്കിൽ ഒരു ദിവസം പോണത് എന്നുണ്ടെങ്കിൽ ഐ ഡു ഗെറ്റ് പാനിക്ഡ്. പക്ഷേ ഇറ്റ് ഓൾ ഈസ് കമ്മിങ് ഫ്രം എ ട്രോമ, ഫ്രം ലൈക്ക് എ ചൈൽഡ്ഹുഡ് ഓർ സംതിങ്. പക്ഷേ ഐ തിങ്ക് ഇഫ് വി നീഡ് ടു ഓവർകം ദാറ്റ്, വി ഓൾവേസ് ഹാവ് ടു ചാടി കിടക്കണം എന്ന് പറയില്ലേ. ദർ ആർ സർട്ടൺ സ്മോളർ തിങ്സ്. ലൈക്ക് എന്നോട് എല്ലാവരും പറയും നിനക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പേടി, നിനക്ക് ലൈസൻസിനായിട്ട് നീ ഡ്രൈവ് ചെയ്യില്ല, ബിക്കോസ് ഐ എം സ്കേർഡ്. ഓക്കെ, പക്ഷേ അതെൻ്റെ ലൈഫിൽ എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ മേജർലി എന്ന് ചോദിച്ചാൽ എന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല. ആസ് ഓഫ് നൗ ഇറ്റ് ഇസ് നോട്ട് എഫക്റ്റിംഗ് മീ, ബട്ട് ഇഫ് വൺ ഡേ ഇറ്റ് കംസ് ഐ വിൽ ഡു ഇറ്റ്. കാരണം എന്നോട് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നൊരാൾ പറഞ്ഞാൽ എനിക്കതെൻ്റെ ഇൻറ്റേർണലി ഞാൻ ഹിറ്റ് ചെയ്താൽ ഞാനത് ചെയ്യും. ആൻഡ് സംഹൗ ദ ഗോഡ് who I believe in makes it work out for me, or maybe my persistence make it work out. But still people see me as a very shallow minded, low confident and very easy to manipulate and very easy person. അങ്ങനെയാണ് എല്ലാവരും എന്നെ കാണുന്നത്. ബിക്കോസ് ഐ ആം ലൈക്ക് ദാറ്റ്. ഞാൻ ഒറ്റ കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒറ്റ കാര്യം നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്, ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ട് ഞാൻ ഇന്നേ വരെ ഒരാളോടും ചൂടായിട്ട് സംസാരിച്ചിട്ടില്ല എൻ്റെ ലൈഫിൽ. ലൈക്ക് unless and until it is very bad, I can't even till today, because I chose not to hate people or ചൂടായി ബഹളം വെച്ച് എനിക്ക് അതിന് താല്പര്യമില്ല. So that is the thing. So choosing yourself comes from that knowing, and choosing yourself did not happen in just one day. It happened in months and years. ലൈക്ക് ഓരോ പ്രാവശ്യവും നമ്മൾ നമ്മുടെ ഉള്ളിൽ പറയണത് കേട്ടിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ സ്ട്രെങ്ത് കിട്ടും. ഓരോ പ്രാവശ്യത്തെ ലെവൽ പോയിൻറ്റ്സ് ആഡ് ഓൺ ആയിട്ടാണ് നമുക്ക് കിട്ടുന്ന സ്ട്രെങ്ത്. ഐ ഡു നോട്ട് മീൻ ദാറ്റ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ദിസ് തിങ്. ഐ ഡു ഡൗട്ട് മൈ സെൽഫ് ഹിയർ ആൻഡ് ദെയർ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് ഓർ മൈ ഇൻസ്റ്റിങ്ക്റ്റ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇൻറ്റ്യൂഷൻ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് പറയണത് കേട്ടിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലതായിട്ടേ വന്നിട്ടുള്ളൂ.
ഇന്നേ വരെ ഞാനത് കേൾക്കാണ്ട് എന്നെ അഗേൻസ്റ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പണിയും കിട്ടിയിട്ടുണ്ട് നന്നായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സ്, ഞാൻ ഇപ്പോൾ ചില ദിവസമൊക്കെ ഓഫീസിലിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടമൊക്കെ വരും. അപ്പോൾ ഞാൻ ബാത്റൂമിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ കരയും. പക്ഷേ അത് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ തന്നെ പറയും, ഇറ്റ്സ് ഓക്കെ, ദിസ് ഇസ് ഓക്കെ, യു ഹാവ് ഹാൻഡിൽ മച്ച് ബിഗർ തിങ്സ് ഇൻ ലൈഫ്. ഈവൻ വെൻ പീപ്പിൾ കാൺ സീ ഇറ്റ്, യു ഹാവ് ഹാൻഡിൽഡ് ഇറ്റ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഷാഡോ, നമ്മുടെ തന്നെ പണ്ടത്തെ കുറേ തോട്ട്സ്, നമുക്ക് ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ ആ ഹോണ്ടിങ് സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ നമ്മളത് ചാടി കിടക്കണം എന്ന് പറയില്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുറേ വലിയൊരു സ്റ്റേജിൽ നിറച്ച ആൾക്കാർ പെർഫോം ചെയ്യണം, നിങ്ങൾക്ക് അതിൻ്റെ ഫ്രണ്ട് കൂടെ നടക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ, അയ്യോ ഞാനത് കൂടെ പോയി എന്നെ എല്ലാവരും ഇതൊക്കെ പറയും. ഞാൻ ഇങ്ങനത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമുണ്ട്, അങ്ങോട്ട് പോയി ചെയ്യുക. ലൈക്ക് ആ ഒരു സെക്കൻഡ് തോട്ട് കൊടുക്കാണ്ട് ഞാൻ പോയി ചെയ്യും. ഐ ആം സ്കെയർഡ്, പക്ഷേ അത് ഞാൻ ചെയ്യും. പക്ഷേ ചില സമയത്ത് ഐ കാൺ ഡു സർട്ടൺ തിങ്സ്. ആൻഡ് സി, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫോഴ്സിങ് മൈ സെൽഫ്. സർട്ടൺ തിങ്സ് വി ക്യാൻ ഫോഴ്സ് അവർ സെൽഫ്, സർട്ടൺ തിങ്സ് വി കാൺട്ട്. ഓക്കെ, അപ്പോൾ ആ കാൺട്ട് എന്നുള്ള പൊസിഷൻ വന്നാൽ ഐ വോണ്ട് ഡു ഇറ്റ്. ഐ സേ ഓക്കെ, മേ ബി നെക്സ്റ്റ് ടൈം, അല്ലെങ്കിൽ സ്മോൾ സ്റ്റെപ്പ്. അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ബാഡായിട്ട് ബിഹേവ് ചെയ്തു, അപ്പോൾ പെട്ടെന്ന് തന്നെ അടിച്ചു, അതുകൊണ്ട് ഇതിലൊക്കെ കാണുന്ന പോലെ അതെന്നെ കൊണ്ട് ഇന്നേ വരെ ഞാൻ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ വാട്ട് ഐ ഡു, മേ ബി ഐ സേ സംതിങ്, I'll be like mean, I'll make a mean face and I'll react to that. But it's not like slapping him or anything, പക്ഷേ നോർമൽ. അപ്പോൾ ചെറിയൊരു സ്റ്റെപ്പ് എടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് വർക്ക്സ് ഔട്ട് ഫോർ മീ അറ്റ് ലീസ്റ്റ്. ആൻഡ് you can be weak and you can be strong at the same time is what I think. And choosing you does not happen in just one day. നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരുന്ന് മിററിൽ നോക്കി സംസാരിച്ച്, നിങ്ങളോട് തന്നെ സംസാരിച്ച്, ആരും ഇല്ലാണ്ട്, ലൈക്ക് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആവുക നമ്മളെ തന്നെ ഫേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ. വെൻ പീപ്പിൾ ആർ നോട്ട് അറൗണ്ട് us, when we don't have people to rely upon, we don't have shoulders to, നമ്മൾ തോള് ചായ സംതിങ് ആൾക്കാർ പറയില്ല, അതുപോലെ ഒരാളില്ലാത്തപ്പോൾ, ആരും ഇല്ലാത്തപ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ മീറ്റ് ചെയ്യുക. ആ മീറ്റിംഗ് പോയിന്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഫാൻസി. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി, യു ക്യാൻ ഈവൻ കിൽ യുവർ സെൽഫ്, ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ ഓൺ ഷാഡോ സെൽഫിനെയാണ് മീറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ഫാൻസി, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഫെയർ. ഓക്കെ, പക്ഷേ നിങ്ങളത് വൺസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു വിൽ ഫീൽ മച്ച് ബെറ്റർ. ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ ഇൻ എ വെരി ബിഗ് മാനർ ഓർ എനിത്തിങ്. ഞാനിപ്പോൾ പറയില്ല ഐ എം ലൈക്ക് I say this again and again because I know that. Because ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും, ഓക്കെ ഇവളിപ്പം ഭയങ്കര സംഭവം, എന്നിട്ട് ഇവൾക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്നെക്കൂടെ പലതും ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ എന്നെക്കൂടെ പറ്റും വൺ ഡേ ഇഫ് ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. ബിക്കോസ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു കാര്യവും ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഓക്കെ, ലൈക്ക് ഫോർ അതേഴ്സ് ഇറ്റ് മൈറ്റ് ബി ഈസി, ബട്ട് ഫോർ മീ ഇറ്റ് വാസ് നോട്ട് ഈസി. ലൈക്ക് പലർക്കും അത് ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമായിരിക്കും, പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഐ വർക്ക് ടുവേർഡ് ഇറ്റ്. ആൻഡ് ഞാൻ എത്ര വട്ടം ഫെയിൽ ആയാലും ഐ വിൽ ട്രൈ അഗൈൻ. ഞാൻ കരയും, ഞാൻ എന്തെങ്കിലുമൊക്കെ തോന്നിയ ദിവസം കാണിക്കും, പക്ഷേ എന്നാലും ഐ വിൽ ട്രൈ ഫോർ ഇറ്റ്. ആൻഡ് ദാറ്റ്സ് ദ വൺ ഗുഡ് തിങ് വിച്ച് ഐ ലവ് അബൌട്ട് മൈ സെൽഫ്. ഐ എം സ്റ്റിൽ സട്ടിൽ, ഐ എം സ്റ്റിൽ very calm person or anything. പക്ഷേ nowadays I choose to have boundaries and I choose to select. I am very selective nowadays who to talk and whom to engage with. കാരണം അത് നമ്മുടെ ലൈഫ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പഠിക്കുന്നവരെ നമുക്ക് ചില കാര്യങ്ങൾ ലൈഫ് തന്നുകൊണ്ടിരിക്കും. ആൻഡ് വൺസ് വി ലേൺ ഇറ്റ്, ഐ തിങ്ക് വി ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ നൗ ഇസ്, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, കോൺഫിഡൻസ് പ്രോബ്ലം ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വൺ ഗുഡ് തിങ് വിച്ച് യു ക്യാൻ ഡു ഫ്രം ടുഡേ ഫ്രം ദിസ് മൊമെൻറ്റ് ഇസ്, നിങ്ങൾ മിററിൽ നോക്കി നിങ്ങളോട് തന്നെ സംസാരിക്കുക. യു മൈറ്റ് ക്രൈ, യു മൈറ്റ് ഷൗട്ട് അറ്റ് യുവർ സെൽഫ്, പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല. ആദ്യം സംസാരിച്ചാൽ നിങ്ങൾക്കൊന്നും പുറത്ത് വരില്ല, പിറ്റേ ദിവസം സംസാരിച്ചാൽ കുറച്ചെന്തെങ്കിലും മാറ്റം ഉണ്ടാവും, അല്ലെങ്കിലും ഉണ്ടാവില്ല. യു ഹാവ് ടു കീപ് ദിസ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ ടിൽ എ പോയിന്റ് യു റീച്ച് വെയർ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വേറൊരു വോയിസ് വരാൻ തുടങ്ങണം. ആൻഡ് ദാറ്റ്സ് വെൻ യു റിയലൈസ് യു ആർ ഏബിൾ ടു ലിസൺ ടു യുവർ സെൽഫ്. നിങ്ങൾ ദൈവം എന്നെ ഹെൽപ്പ് ചെയ്യും, അതൊക്കെ ഉണ്ട്, വിശ്വസിച്ചോളൂ. പക്ഷേ you have to understand what you are inside, what you really want, what is your intuition saying. കാരണം എൻ്റെ ലൈഫിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഒരു കാര്യം ചെയ്യരുത് എൻ്റെ മനസ്സിൽ പറഞ്ഞിട്ട് ഞാനത് ആ ഒരു പെർട്ടിക്കുലർ ഇമോഷനിൽ ഞാനത് പോയി ചെയ്താൽ എനിക്ക് പണികൾ മാത്രമേ തന്നിട്ടുള്ളൂ. സത്യസന്ധമായിട്ട് ഞാൻ പറയാം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരാൾ പറയുകയാണ് നിങ്ങളിപ്പോൾ ഇവരെ റീച്ച് ഔട്ട് ചെയ്യരുത്, പക്ഷേ നിങ്ങളുടെ ആ സമയത്തുള്ള ഒരു ഫീലിംഗ് കാരണം നിങ്ങൾ അങ്ങോട്ട് പോയി റീച്ച് ഔട്ട് ചെയ്യും. It is making it worse. It is not helping you. It is not helping the other person. It is not helping anyone. In fact, it is harming you. So, when you're listening to that inside your mind, even if it feels not like, even if you feel like going behind, please don't do it. Please don't do it.
അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അവരോട് ഇഷ്ടമില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. പക്ഷേ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ വൺ മോർ ലാസ്റ്റ് തിങ് ഈസ്, നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ നിങ്ങൾക്കറിയാം യു വിൽ ബ്രേക്ക്, യു ഡോണ്ട് ഹാവ് ദ ഇമോഷണൽ കപ്പാസിറ്റി യെറ്റ്, you might go to the old patterns. Don't go there. Don't go there. It's not because you hate such people or you hate to being there or you're scared to face your own self. It's not because of all these, because you just know that if you go there you might get emotionally hurt. പുറത്ത് കണ്ടില്ലെങ്കിലും you will get emotionally hurt. Why do you want to put you through that? It doesn't mean that you should not go. You have to identify what is the trigger factor. You have to talk to yourself. You have to sit and talk to yourself, cry, whatever, right, do whatever. You have to overcome and then you try again. So trying again, see, വലിയൊരു കാര്യം ഇത് വെച്ച് ഫൈനലൈസ് ചെയ്യാം. നമ്മുടെ ലൈഫിൽ ഒന്നും പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് ട്രൈ ഫോർ ഇറ്റ് ആൻഡ് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ശ്രമിച്ചു എന്നുള്ളൊരു ഫാക്റ്റെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യാണ്ട് ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് അമ്മമാർ വീട്ടിൽ പറയുന്ന ഒരു കാര്യമാണ്, നീ ആ കറി കൂട്ടാണ്ട് നീ പറയുകയാണ് അത് ഇഷ്ടമല്ല എന്നുള്ളത്, നീ അത് കൂട്ടി നോക്ക് എന്നിട്ട് പറയാൻ ഇഷ്ടമല്ല എന്ന്. ഇഷ്ടമല്ലെങ്കിൽ കഴിക്കണ്ട. അതേപോലെ ട്രൈ ചെയ്യേ. ഓക്കെ, ട്രൈ ഇറ്റ്, ഗോ ഫോർ ഇറ്റ് ഈവൻ ഇഫ് യു ഫീൽ ലൈക്ക് ബ്രേക്കിംഗ്, ഡൈയിങ്, ക്രൈയിങ്, വാട്ട് എവർ, ട്രൈ. വി നെവർ നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. ഏറിപ്പോൾ എന്ത് സംഭവിക്കും? കിട്ടില്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കിട്ടും. എന്തായാലും ഇറ്റ്സ് ഓക്കെ. കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും കഴിയും. നമ്മൾ ഇത്രയൊക്കെ ട്രൈ ചെയ്ത് അത് ഞാൻ അതിൽ കൂടെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. സോ ട്രൈ ഫോർ ഇറ്റ്. വി നെവർ നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. സോ യെസ്, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ ചുമ്മാ എനിക്ക് പെട്ടെന്ന് പറയണം തോന്നി, അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. സോ ബൈ ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ. ബൈ, ടേക്ക് കെയർ.